നമ്മളെ ഫോണിൻ്റെ കോൾ സെറ്റിങ്സിലുള്ള 2 ട്രിക്സ്, അടിപൊളി ട്രിക്സ്, ഉപകാരമുള്ളത്. എന്തൊക്കെ ഈ ട്രിക്സ് നോക്കാം. ഒന്നാമത്തെ, നമ്മളിപ്പോൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന നേരം റീസെൻ്റ് ലിസ്റ്റാണ് വരിക. അത് നമുക്ക് കീപാഡ് ആക്കണം. അതായത് ഓരോ സമയത്തും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നേരം കീപാഡ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ടു കീപാഡ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും ഓപ്പൺ ചെയ്യുന്ന നേരവും ഫസ്റ്റ് കീപാഡാണ് ഓപ്പൺ ആകുക. റീസെൻറ്റ് ലിസ്റ്റിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ടി വരും, അല്ലെങ്കിൽ കോൺടാക്റ്റിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റീസെൻറ്റ് ലിസ്റ്റ് വേണോ കീപാഡ് വേണോ എന്ന് ആ ഒരു സെറ്റിങ്സ് കൂടെ നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തത്, നമ്മളെ ഒരാൾ വിളിക്കുന്നേരം ആ വിളിക്കുന്ന ആളെ പേര് ഫോൺ ഇങ്ങനെ വിളിച്ച് പറയുക. ഇപ്പം നമ്മളെ ഒരു സുഹൃത്ത് വിളിക്കുന്നുണ്ട്, ആ വിളിക്കുന്ന നേരം റിങ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒപ്പരം ആ സുഹൃത്തിൻ്റെ പേര് കൂടി ഫോൺ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മളെ കയ്യിലല്ല, ഫോണിൽ കുറച്ച് ദൂരെയാണ്. അപ്പോൾ റിങ് ചെയ്യുന്ന നേരം ആരാന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മറ്റേ നമ്മൾ ഫോൺ എടുത്ത് നോക്കണ്ടേ ആരാ വിളിക്കുന്നതെന്ന്. ഇത് അതിൻ്റെ ആവശ്യമില്ല. അതിനെന്താ ചെയ്യേണ്ടത്? കോൾ സെറ്റിങ്സ് എടുക്കുക. കോൾ സെറ്റിങ്സ് ഈ കീപാഡിൻ്റെ മേലെ 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്നുള്ള ഓപ്പൺ ചെയ്താൽ റീഡ് കോളർ നെയിംസ് അലൗഡ് എന്നുള്ള ഒരു ഓപ്ഷൻ മേലെ കാണാം, അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ വിളിക്കുന്ന ആളെ പേര് നമ്മളോട് വിളിച്ചു പറയും ഫോൺ. അത് നമ്മൾ സേവ് ചെയ്യാത്ത ഒരു നമ്പർ മാത്രമാണ് വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഫോൺ റീഡ് ചെയ്യും. അടിപൊളി. ഇത് സാംസങ്ങിൻ്റെ ഫോണിലുള്ള സെറ്റിങ്സ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഈ സെറ്റിങ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ സംഭവം അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.